Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് സമ്മറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് റൈറ്റിംഗ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അബ്സ്ട്രാക്റ്റിന്റെ സ്റ്റെപ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സമ്മറിയും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അബ്സ്ട്രാക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അബ്സ്ട്രാക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളും. അപ്പോൾ നമ്മളിവിടെ അബ്സ്ട്രാക്റ്റ് എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. നോക്കൂ. An abstract is a condensed form of writing that gives an overview of the text. നമ്മൾ സമ്മറി പറഞ്ഞ പോലെ തന്നെ ഒരു ടെക്സ്റ്റിൻ്റെ കണ്ടൻസ്ഡ് ഫോം, കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട്, ചുരുക്കിയ എന്നാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ കണ്ടൻസ്ഡ് ഫോമാണ് എന്ത്? അബ്സ്ട്രാക്റ്റ്. എന്നാൽ നമുക്കത് ആ ഒരു ടെക്സ്റ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ, ആ ടെക്സ്റ്റിനെ കുറിച്ച് നമുക്കൊരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കേട്ടോ, ദാറ്റ് ഗീവ്സ് ആൻ ഓവർവ്യൂ ഓഫ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിനെ കുറിച്ച് നമുക്കൊരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. It is shorter than a summary and it must highlight the purpose, scope of the study and significance of the original document. അപ്പോൾ ഇതൊരു സമ്മറിയേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഒരു അബ്സ്ട്രാക്റ്റ് ആ ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, ആ പഠനത്തിൻ്റെ സാധ്യതകൾ, അതുപോലെ തന്നെ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ്, ഇവയെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്: പർപ്പസ്, സ്കോപ്പ് ഓഫ് സ്റ്റഡി, അതുപോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് നോട്ട് ബി എ മിയർ എക്സ്ട്രാക്റ്റ് ഫ്രം ദി ഒറിജിനൽ ടെക്സ്റ്റ്. അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റിന്റെ ഒരു എക്സ്ട്രാക്റ്റ് അല്ല. എക്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്നും എടുത്തൊരു ഭാഗം, അങ്ങനെ ഒരു ഭാഗമല്ല. ഒരു ടെക്സ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ മാറ്റിയെടുത്തതല്ല എന്ത്? അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ബട്ട് എ സെൽഫ് കണ്ടെയ്ൻഡ് ടെക്സ്റ്റ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് ടെക്സ്റ്റ് ആണ്. സെൽഫ് കണ്ടെയ്ൻഡ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് അർത്ഥം ഉണ്ടായിരിക്കും, അതിന് മാത്രമായിട്ട് ആശയം ഉണ്ടായിരിക്കും. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ, അതായത് ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് മാത്രമായി നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. അത് എവിടുന്നാണോ എടുത്തത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കണം. എന്നാൽ അബ്സ്ട്രാക്റ്റ് അങ്ങനെയല്ല. അബ്സ്ട്രാക്റ്റിന് മാത്രമായിട്ട് അത് സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും, അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് ടെക്സ്റ്റ് ആയിരിക്കും. അത് മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇറ്റ് ഹെൽപ്സ് ദ റീഡേഴ്സ് ടു റിമെമ്പർ ദ കീ പോയിന്റ്സ്. മാത്രമല്ല, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അബ്സ്ട്രാക്റ്റ് റീഡേഴ്സിനെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഓർക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഓർക്കാനാണെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് മുഴുവൻ വായിക്കേണ്ട കാര്യമല്ല. നമ്മൾ അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് സംഘടിപ്പിച്ച് വായിച്ചാൽ മതി. കാരണം അബ്സ്ട്രാക്റ്റ് മെയിൻ പോയിന്റ്സിനെ, കീ പോയിന്റ്സിനെ റിമെമ്പർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഒരു അബ്സ്ട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവിശേഷതകൾ. എന്തെല്ലാം സവിശേഷതകളാണ് ഒരു അബ്സ്ട്രാക്റ്റിനുള്ളത്? അപ്പോൾ ഇവിടെ ഏകദേശം 4 സവിശേഷതകളാണ് പറയുന്നത്. നമ്പർ 1, ഒന്നാമത്തേത്, ആൻ അബ്സ്ട്രാക്റ്റ് ഈസ് എ സ്റ്റാൻഡ് അലോൺ ടെക്സ്റ്റ്. ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡ് അലോൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, മറ്റൊന്നിനെ ആശ്രയിക്കാത്തത്, സ്വന്തമായിട്ട് നിലനിൽപ്പുള്ളത്. ആൻഡ് കോംപ്രിഹെൻസിബിൾ ഇനഫ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ റെഫറൻസസ്. അതായത് അതിന് പുറമെ മറ്റൊരു തരത്തിലുള്ള റെഫറൻസ് അല്ലെങ്കിൽ മറ്റൊന്നും റെഫർ ചെയ്യാതെ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ച് മനസ്സിലാക്കുന്നതിന് മറ്റൊരു റെഫറൻസിനെ അല്ലെങ്കിൽ റെഫറൻസുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. കാരണം അത് വായിച്ച് മനസ്സിലാവാൻ ആവശ്യമായതൊക്കെ അതിനകത്തുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ആണെന്ന് പറഞ്ഞു. അതന്നെയാണ് എന്ത് സ്റ്റാൻഡ് അലോൺ. അതായത് അതെന്താന്ന് മനസ്സിലാക്കാൻ അത് മതി. അതാണ് സ്റ്റാൻഡ് അലോൺ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് സമ്മറൈസ് ദ ഒറിജിനൽ ടെക്സ്റ്റ് വിത്ത് മാക്സിമം എഫിഷ്യൻസി. ഒരു അബ്സ്ട്രാക്റ്റ് എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ടെക്സ്റ്റിനെ മാക്സിമം എഫിഷ്യൻസി, അതായത് വളരെയധികം ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം പൂർണ്ണമായ തരത്തിൽ തന്നെ, വളരെയധികം വിട്ടുപോവാതെ, വളരെയധികം നമുക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ തന്നെ സമ്മറൈസ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൽ മാക്സിമം ഒരു വ്യക്തിക്ക് ആവശ്യമായതെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത ഉണ്ടായിരിക്കും. അത്രയ്ക്കും കാര്യശേഷി, കാര്യപ്രാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ആ ഒരു മെയിൻ ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ മെയിൻ പോയിന്റ്സും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കും. എക്കോണമി ഓഫ് വേർഡ്സ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വാക്കുകൾ. അതായത് എന്താന്ന് വെച്ചാൽ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എക്കോണമി ഓഫ് വേർഡ്സ്, അതായത് ചുരുങ്ങിയ വാക്കുകളിൽ എന്ന ആവശ്യത്തിന് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ സവിശേഷത, ഇറ്റ് ഫങ്ഷൻസ് ആസ് എ സ്ക്രീനിങ് ഡിവൈസ്. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഡിവൈസ് പോലെയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സ്ക്രീൻ ചെയ്യൂലേ, അതായത് അവിടെ ഇവിടേക്കായിട്ട് നമുക്ക് വേണ്ടതൊക്കെ കിട്ടും വേണം. അപ്പൊ അത്തരത്തിൽ ഇതൊരു അബ്സ്ട്രാക്റ്റ് ഒരു സ്ക്രീനിങ് ഡിവൈസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ഹെൽപ്പിംഗ് പൊട്ടൻഷ്യൽ റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ടെക്സ്റ്റ്. ഈ ഏത് ടെക്സ്റ്റിന്റെ അബ്സ്ട്രാക്റ്റ് ആണോ അത് എങ്കിൽ ആ ടെക്സ്റ്റ് പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് പൊട്ടൻഷ്യൽ റീഡേഴ്സിനെ അബ്സ്ട്രാക്റ്റ് സഹായിക്കുന്നു. പൊട്ടൻഷ്യൽ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള റീഡേഴ്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന്റെ സംക്ഷിപ്ത രൂപം, ചുരുക്ക രൂപം, കണ്ടൻസ്ഡ് ഫോമാണ് എന്ത് അബ്സ്ട്രാക്റ്റ്. അപ്പൊ നമുക്കൊരു അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ തന്നെ ആ ടെക്സ്റ്റ് വായിച്ച ഗുണം കിട്ടും. ആർക്ക്? പൊട്ടൻഷ്യൽ റീഡേഴ്സിന്. നല്ല കഴിവുള്ള റീഡേഴ്സ് ആണെങ്കിൽ, നല്ല കഴിവുള്ളവര്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടെക്സ്റ്റ് വായിക്കണം എന്നില്ല. എന്ത് വായിച്ചാൽ മതി? അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ മതി. കാരണം ആ ടെക്സ്റ്റിനെ കുറിച്ച് എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവ അവരുടെ സമയവും ലാഭിക്കാം. നാലാമത്തെ പോയിന്റ്, ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡെക്സിംഗ് ടേംസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഇൻഡെക്സിംഗ്, സെർച്ചസ് ആൻഡ് റിട്രീവൽ മെക്കാനിസം. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, അതായത് നമ്മൾ എല്ലാം എന്തൊരു മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഗൂഗിളിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ തിരയുന്നത് അല്ലെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ, നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത്തരത്തിൽ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡെക്സിങ് ടേംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഡെക്സിങ് ടേംസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു വസ്തുവിലേക്ക് സൂചന നൽകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടണം. ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെർച്ചസ്, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കീവേഡ് ഉപയോഗിച്ചിട്ടല്ലേ സെർച്ച് ചെയ്യുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ചിൽ അത് വരണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? റിട്രീവൽ മെക്കാനിസം. അതായത് റിട്രീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഗൂഗിളിൽ നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്രീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് കിട്ടണം, തിരിച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതിനെന്തു വേണം? അതിൻ്റെതായിട്ടുള്ള
ഇൻഡെക്സിങ് ടേംസ് വേണം. എന്താ വേണ്ടത്? ഇൻഡെക്സിങ് ടേംസ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഇൻഡെക്സിങ് ടേംസ് എന്ന് പറയാം. അതായത് ഇൻഡെക്സിങ് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കീവേഡുകൾ സാധാരണ സെർച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ദാറ്റ് ഈസ്, അതായത് ടൈറ്റില്, അബ്സ്ട്രാക്ട് ആൻഡ് കീവേഡ്സ് എംപ്ലോയിഡ് ആർ യൂസ്ഡ് ബൈ ദ സെർച്ച് എൻജിൻസ്. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന കീവേഡുകൾ, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട്, കീവേഡ്, ടൈറ്റില്, അപ്പൊ ഇതൊക്കെ സെർച്ച് എൻജിനിൽ ആളുകൾക്ക് ഈ ഒരു നമ്മുടെ അബ്സ്ട്രാക്ട് റിട്രീവ് ചെയ്യുന്നതിന് ആളുകളെ സഹായിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡെക്സിങ് ടേംസ് നമ്മളുടെ അബ്സ്ട്രാക്റ്റിൽ ഉപയോഗിക്കണം. കാരണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് മേക്സ് യുവർ വർക്ക് ഈസിലി ആക്സസിബിൾ ആൻഡ് ഫൈൻഡബിൾ. അപ്പൊ ഇത്തരത്തിലുള്ള കീവേഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡെക്സിങ് ടേംസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈൻഡബിൾ ആയിരിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സെർച്ച് ചെയ്യുമ്പോൾ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെ, നമ്മളൊരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പദങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മൾ അടിക്കുക അല്ലെ, നമ്മളെ കീവേഡ്. അപ്പൊ അതാണ് പറയുക, ഇത്തരത്തിൽ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സാധ്യതയുള്ള അത്തരം വേർഡുകൾ, അത്തരം കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അബ്സ്ട്രാക്റ്റിൽ നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് എളുപ്പത്തിൽ നമ്മളുടെ അബ്സ്ട്രാക്റ്റ് ആളുകൾക്ക് അത് എളുപ്പത്തിൽ ആക്സസിബിളും അതുപോലെ തന്നെ ഫൈൻഡബിളും ആവുള്ളൂ. നോക്കൂ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഓഫ് ആൻ അബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ് അബ്സ്ട്രാക്റ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇത് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്റ്റിന്റെ ഫോർമാറ്റ് ആണ്. അബ്സ്ട്രാക്റ്റ് എഴുതാൻ, ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കാൻ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഉണ്ടോ? There is no fixed format for an abstract. ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുന്നതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ല എന്ന് പറയുന്നു. However, എന്നിരുന്നാലും ഫോർ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി two general formats are widely accepted. വൈഡായിട്ട്, വ്യാപകമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത, റൈറ്റേഴ്സ് അംഗീകരിച്ച രണ്ട് ഫോർമാറ്റുകളുണ്ട്. ഒന്നാമത്തേത് സ്ട്രക്ചേർഡ്, രണ്ടാമത്തേത് അൺസ്ട്രക്ചേർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ എളുപ്പമാകുന്നതിന്, വളരെ എളുപ്പത്തിൽ അബ്സ്ട്രാക്റ്റ് വായിച്ച് മനസ്സിലാകുന്നതിന്, റീഡേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി റൈറ്റേഴ്സ് ഫോളോ ചെയ്യണമെന്ന് വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്ത, റൈറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത രണ്ട് ഫോർമാറ്റുകളുണ്ട്. അതിൽ ഒന്നാണ് സ്ട്രക്ചേർഡ് എന്നുള്ളത്, രണ്ടാമത്തേത് അൺസ്ട്രക്ചേർഡ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഇവയെ കുറിച്ച് പറയുന്നത്? ബോത്ത് ആർ സിമിലർ ഇൻ ദയർ കണ്ടന്റ്, സ്റ്റൈൽ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് സ്ട്രക്ചേർഡ് ആണെങ്കിലും അൺസ്ട്രക്ചേർഡ് ആണെങ്കിലും ശരി, ഓർഗനൈസേഷന്റെ കാര്യത്തിലും സ്റ്റൈലിന്റെ കാര്യത്തിലും കോണ്ടന്റിന്റെ കാര്യത്തിലും ഇവ രണ്ടും സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്ട്സ് എക്സ്പ്ലിസിറ്റ്ലി ലേബൽ ദീസ് അറേഞ്ച്മെന്റ്സ് അണ്ടർ സബ്സെക്ഷൻസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്കും സബ് സെക്ഷൻസ് ഉണ്ട്. സബ് സെക്ഷൻസിന് കീഴിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റിനുള്ളത്. അപ്പൊ സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നിച്ചൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതുന്ന രീതിയല്ല. സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സബ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. സബ് സെക്ഷൻസ്, ഈ സബ് സെക്ഷൻസിൽ ഓരോ കാര്യങ്ങൾ എഴുതുന്നതിനും ഓരോ സെക്ഷൻ അത്തരത്തിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്, മെത്തേഡ്സ്, റിസൾട്ട് ആൻഡ് കൺക്ലൂഷൻസ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും
ഓരോന്നും എഴുതുന്നത് അതത് സബ് സെക്ഷനിലായിരിക്കും. സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റിൽ ഓരോ കാര്യങ്ങൾ എഴുതുക, അല്ലാതെ എല്ലാം കൂടി ഒറ്റ പാരഗ്രാഫിൽ അങ്ങോട്ട് എഴുതുന്ന രീതിയല്ല. One of the major advantages of structured abstract is that structured abstractന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് that എന്താണ്, it helps to find the desired information quickly. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ താല്പര്യപ്പെടുന്ന കാര്യം ആ ഒരു അബ്സ്ട്രാക്റ്റിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റും. എന്താ കാരണം? ഒരു സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊരു നിശ്ചിത കാര്യമാണ് അറിയേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സബ് സെക്ഷൻ ഏതാണോ അത് നോക്കിയിട്ട് അത് മാത്രം നോക്കിയാൽ മതി. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു അബ്സ്ട്രാക്റ്റ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റ് ആകുമ്പോൾ റീഡർക്ക് താല്പര്യമുള്ള ഇൻഫോർമേഷൻ ഏതാണോ അത് ഏത് സെക്ഷനിലാണോ വരുന്നത് അത് മാത്രം വായിച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത് അൺസ്ട്രക്ചേർഡ് അബ്സ്ട്രാക്ട്സ് ഹാവ് നോ വെൽ ഡിമാർക്കേറ്റഡ് സബ് സെക്ഷൻസ്. എന്നാൽ അൺസ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റുകളിൽ ഇത്തരത്തിലുള്ള ഒരു വെൽ ഡിമാർക്കേറ്റഡ് സബ് സെക്ഷൻസ് ഇല്ല. നോ വെൽ ഡിമാർക്കേറ്റഡ്. ഡിമാർക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതായിട്ട് വേർതിരിക്കുന്ന, പല പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്ന സബ്സെക്ഷൻസ് എന്ന് പറയുന്ന രീതി എവിടെ ഇല്ല? അൺസ്ട്രക്ചേർഡിൽ ഇല്ല. ഇറ്റ് സമ്മറൈസസ് ഓൾ ദ എബവ് മെൻഷൻഡ് സെക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനുകൾ ഉണ്ടല്ലോ, ഏതൊക്കെയാ? ബാക്ക്ഗ്രൗണ്ട്, ഒബ്ജക്റ്റീവ്, മെത്തേഡ്, റിസൾട്ട് ആൻഡ് കൺക്ലൂഷൻസ്. ഇത്തരത്തിലുള്ള സെക്ഷൻസ് എല്ലാം അൺസ്ട്രക്ചേർഡ് അബ്സ്ട്രാക്റ്റില് ഈ സെക്ഷൻസ് എല്ലാം എന്താ ചെയ്യുക? ഇൻ ജസ്റ്റ് വൺ പാരഗ്രാഫ്, ഒരൊറ്റ പാരഗ്രാഫിന്റെ ഉള്ളിൽ അങ്ങോട്ട് കുത്തിക്കൊള്ളിക്കും അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുക ചെയ്യാം. അപ്പോൾ ഒറ്റ പാരഗ്രാഫിനുള്ളിലായിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ ആ പാരഗ്രാഫ് മുഴുവനായിട്ടും വായിക്കേണ്ടി വരും. ഇതാണ് അൺസ്ട്രക്ചേർഡിന്റെ ഒരു പോരായ്മ. ജനറലി, പൊതുവെ ഡിസിപ്ലിൻസ് അണ്ടർ ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു സയൻസ്, ഒരു സബ്ജക്റ്റ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു വിഷയം, ആ ഒരു വിഷയത്തിന് കീഴിൽ വരുന്ന സബ്ജക്റ്റുകൾ, കീഴിൽ വരുന്ന പേപ്പറുകൾ, വിഷയങ്ങൾ fall into this category. ഈ കാറ്റഗറിയിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്റ്റുകളാണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ, ആ ഒരു വിഷയം, അതിൻ്റെ കീഴിൽ വരുന്ന, ഹ്യൂമാനിറ്റീസിൻ്റെ കീഴിൽ വരുന്ന ഡിസിപ്ലിൻസിലെല്ലാം, സബ്ജക്ട്സുകളിലെല്ലാം ഈ പറയപ്പെടുന്ന അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്ന ശൈലി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അബ്സ്ട്രാക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ വരുന്ന വിഷയങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി ഫോർമാറ്റ് കഴിഞ്ഞു. അപ്പൊ രണ്ട് ഫോർമാറ്റ് ആണുള്ളത്, സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് നോക്കൂ, പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് അബ്സ്ട്രാക്റ്റ്. ഇനി ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുന്ന പ്രക്രിയ, എങ്ങനെയാണ് അബ്സ്ട്രാക്റ്റ് എഴുതുക? അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ രീതി എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. അതെങ്ങനെയാണ്? The specifications for writing an abstract may vary according to the discipline. അതായത് അബ്സ്ട്രാക്റ്റ് എഴുതുന്നതിനുള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് എഴുതാനുള്ള നിർദ്ദേശങ്ങൾ. മേ വേരി അക്കോർഡിംഗ് ടു ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് എഴുതാനുള്ള നിർദ്ദേശങ്ങൾ സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും ഓരോ രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഹ്യൂമാനിറ്റീസിന്റെ കീഴിൽ വരുന്ന വിഷയങ്ങൾക്ക് ഒരു രീതിയാണ്. അപ്പോൾ ഓരോ വിഷയങ്ങൾക്ക്
അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം മാറുന്നതിനനുസരിച്ച് അബ്സ്ട്രാക്റ്റ് എഴുതാനുള്ള സ്പെസിഫിക്കേഷൻസ്, നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. പക്ഷെ എന്നിരുന്നാലും however there are some general guidelines to be followed. എന്നാലും നമ്മൾ ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പൊതുവായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ദേ ആർ, ഏതൊക്കെയാണവ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറലാണ്. കാരണം സബ്ജക്റ്റ് ഏതായിക്കോട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ശരി, ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഡിസിപ്ലിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചടക്കം എന്നല്ല, പകരം സബ്ജക്റ്റ് എന്ന കേട്ടോ. അപ്പൊ ഇവിടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, നിങ്ങൾ എഴുതുന്നത് അബ്സ്ട്രാക്റ്റ് ആണോ, ഞാൻ ഈ പറയുന്ന 9 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഗൈഡ് ലൈൻസ്. 1, ഇഫ് യു പ്ലാൻ to write an abstract for a given text. അതായത് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് തന്നിട്ട്, ഒരു നിശ്ചിത ടെക്സ്റ്റ്, ഇപ്പം ഏതുപോലെ നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ ഒരു ഗിവൺ ടെക്സ്റ്റ്, ഒരു നിശ്ചിത ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ്, ഒരു സംക്ഷിപ്തം, ഒരു ചുരുക്ക രൂപം നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വേണം? ഇതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ റീഡ് ദ ടെക്സ്റ്റ് തറോലി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. ആ ടെക്സ്റ്റ് വായിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ അബ്സ്ട്രാക്റ്റ് എഴുതാൻ പറ്റുമോ? ഒരു പുസ്തകം നമ്മളിത് തന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ അബ്സ്ട്രാക്റ്റ് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ടെക്സ്റ്റ് നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 1. 2, ഇഫ് യു ഹാവ് ടു റൈറ്റ് ആൻ അബ്സ്ട്രാക്റ്റ് ഫോർ യുവർ തേസിസ്. അതായത് നിങ്ങളുടെ തേസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രബന്ധം. അതായത് നമ്മൾ വലിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, ഡോക്ടറേറ്റോ മറ്റൊക്കെ പഠിക്കുമ്പോൾ തേസിസ്, പ്രബന്ധം ചെയ്യാണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പ്രബന്ധം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേപ്പർ ഉണ്ടാവും. നമ്മളുടെ പ്രബന്ധത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ്, നമ്മൾ എഴുതിയ പ്രബന്ധത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദെൻ ഫിനിഷ് യുവർ തേസിസ് ഫസ്റ്റ്. ആദ്യം നിങ്ങളുടെ തേസിസ് കംപ്ലീറ്റ് ആക്കുക, അതിനുശേഷം റൈറ്റ് ദി അബ്സ്ട്രാക്റ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം നിങ്ങൾ തയ്യാറാക്കുന്നത് നിങ്ങളുടെ തേസിസിൻ്റെ അബ്സ്ട്രാക്റ്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫിനിഷ് യുവർ തേസിസ് ആൻഡ് ദെൻ റൈറ്റ് ദി അബ്സ്ട്രാക്റ്റ്. ശേഷം അബ്സ്ട്രാക്റ്റ് എഴുതാം. ആദ്യം ആ തേസിസ് കംപ്ലീറ്റ് ആക്കുക. കാരണം അതിൻ്റെ അല്ലേ ഇവിടെ. അല്ലാതെ എങ്ങനെ ചെയ്യാം? അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു തേസിസ് എഴുതുമ്പോൾ അതിന് അബ്സ്ട്രാക്റ്റ് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അത് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ആ ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ചതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തേസിസ് വായിച്ചാൽ മതി. 3, ആൻ അബ്സ്ട്രാക്റ്റ് മസ്റ്റ് ഇൻക്ലൂഡ് relevant information such as purpose, scope, methodology used, major findings and essence of the text. ഇതുപോലെ നമ്മളൊരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉൾക്കൊള്ളിക്കണം, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഉൾക്കൊള്ളിക്കണം. ഏതുപോലെ? പർപ്പസ്, ഉദ്ദേശം, സ്കോപ്പ്, സാധ്യത, മെത്തഡോളജി യൂസ്ഡ്, നമ്മൾ അവിടെ വിധേയമാക്കിയിട്ടുള്ള രീതികൾ, അതുപോലെ തന്നെ നമ്മളുടെ മേജർ ഫൈൻഡിങ്സ്, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റിൻ്റെ അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ എസൻസ്, അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ഉള്ളടക്കം അത് വേണം. 4, ഡിഫൈൻ ദ പർപ്പസ് ഇൻ ദ സിമ്പിൾ പ്രസന്റ് ഓർ പാസ്റ്റ് ടെൻസ്. 4ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അബ്സ്ട്രാക്റ്റിനകത്ത്, നമ്മുടെ അബ്സ്ട്രാക്റ്റിൽ നമ്മളുടെ പർപ്പസ് പ്രസന്റ് ടെൻസിലോ പാസ്റ്റ് ടെൻസിലോ നിർവചിക്കണം. എന്തിനു വേണ്ടി? കാരണം ഡിഫൈൻ ദ പർപ്പസ് ഇൻ ദ സിമ്പിൾ പ്രസന്റ് ഓർ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റിലോ പാസ്റ്റ് ടെൻസിലോ ആയിരിക്കണം നമ്മളുടെ പർപ്പസ് എഴുതേണ്ടത്. എന്തുകൊണ്ട്? ആസ് ദ വർക്ക് ഈസ് ഓൾറെഡി കംപ്ലീറ്റഡ്. കാരണം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു.
അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുൻപല്ല പർപ്പസ് എഴുതേണ്ടത്. കാരണം വർക്ക് ഫിനിഷ് ചെയ്തു, വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ, കാരണം വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അബ്സ്ട്രാക്റ്റ് എഴുതുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം, നമ്മൾ പർപ്പസ് സിമ്പിൾ പ്രസന്റിലോ സിമ്പിൾ പാസ്റ്റിലോ നിർവചിച്ചിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, കോൺസെൻട്രേറ്റ് ഓൺ ദ സെൻട്രൽ ആർഗ്യുമെന്റ് ഓഫ് ദി ടെക്സ്റ്റ്. നമ്മളൊരു ടെക്സ്റ്റിന്റെ അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റിന്റെ കേന്ദ്ര ആശയം എന്താണോ അതിൽ ഊന്നിയായിരിക്കണം കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ടെക്സ്റ്റിൽ പറയുന്ന കേന്ദ്ര ആശയം ഒന്ന്, നമ്മൾ അബ്സ്ട്രാക്റ്റിൽ എഴുതിയത് വേറെ എന്തോ ഒന്നിനെ കുറിച്ച്, അത് പാടില്ല. അതായത് നമ്മുടെ ടെക്സ്റ്റിന്റെ സെൻട്രൽ ഐഡിയ ഓർ സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണോ അതായിരിക്കണം നമ്മളുടെ അബ്സ്ട്രാക്റ്റിന്റെയും സെൻട്രൽ, അല്ലെങ്കിൽ അതായിരിക്കണം അബ്സ്ട്രാക്റ്റിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആറാമത്തേത്, ദ ലെങ്ത് ഓഫ് ആൻ അബ്സ്ട്രാക്ട് ഈസ് ടു ബി വെരി ഷോർട്ട്. ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കണം. വളരെ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 300 വേർഡ്സ്. 300 വാക്കുകളിൽ അധികമാവരുത്. അവർ 300 വാക്കിനകത്ത് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. ഇനി ഏഴാമത്തെ കാര്യം എന്താണ്? ഏഴാമത്തെ കാര്യം, include keywords to ensure easy access to the work. നമ്മുടെ വർക്കിനകത്ത് നമ്മളുടെ അബ്സ്ട്രാക്റ്റിന്റെ അവസാനം നമ്മൾ കീവേഡ്സ് ഉൾക്കൊള്ളിക്കണം. അബ്സ്ട്രാക്റ്റിന്റെ അവസാനം എന്ത് ചെയ്യണം? കീവേഡ്സ് ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ അബ്സ്ട്രാക്റ്റ് മോഡൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ മോഡൽ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്തുണ്ടായിരിക്കും? കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കീവേഡ്സ് ഉൾക്കൊള്ളിക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മളുടെ അബ്സ്ട്രാക്റ്റ് വളരെ പെട്ടെന്ന് ആക്സസിബിൾ, അല്ലെങ്കിൽ റീഡേഴ്സിന് അത് ഈസി ആക്സസ് ആവുള്ളൂ. കാരണം നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കീവേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെട്ടെന്ന് അത് ലഭിക്കുള്ളൂ. എട്ടാമത്തേത്, അവോയ്ഡ് ലോങ് സെന്റൻസസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിൻടാക്സ് വൈൽ റൈറ്റിംഗ് ഇറ്റ്. ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ സങ്കീർണമായിട്ടുള്ള സിൻടാക്സ്, വേർഡ് ഓർഡർ, ഘടന, സ്ട്രക്ചർ, അതുപോലെ തന്നെ ലോങ് സെന്റൻസസ്, വളരെ നീളമുള്ള സെന്റൻസ്, അതായത് കോംപ്ലക്സും കോമ്പൗണ്ടും അല്ല ഇത്തരത്തിൽ എന്ത് ചെയ്യാണ് വളരെ സങ്കീർണമായിട്ട് കോമയിട്ടിട്ടും, ഇപ്പൊ കോംപ്ലക്സും കോമ്പൗണ്ടൊക്കെ ആവാം. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, കോമയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോവാം. കോമയും അതുപോലെ തന്നെ കൺജങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെന്റൻസിനെ ഇങ്ങനെ നീട്ടി വലിയ സെന്റൻസുകൾ, അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആളുകൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാക്കുന്ന ഘടന, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. മാക്സിമം സിമ്പിൾ ആയിരിക്കണം. അടുത്തത് ലാസ്റ്റ് 9ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു യൂസ് ഇൻആനിമേറ്റ് സബ്ജക്ട്സ്. അതായത് ഇൻആനിമേറ്റ്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ സബ്ജക്ട്സ് ടു ഹൈലൈറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ടേക്ക് അവേസ് ഓഫ് യുവർ വർക്ക്. നിങ്ങളുടെ വർക്കിലെ ടേക്ക് അവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിലെ നിങ്ങളുടെ കണ്ടെത്തലുകൾ, നിങ്ങളുടെ വർക്കിലെ നിങ്ങളുടെ കൺക്ലൂഷൻ, നിങ്ങളുടെ നിഗമനങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ഹ്യൂമൻ സബ്ജക്റ്റിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻആനിമേറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്തിനു ശ്രമിക്കുക, ഇൻആനിമേറ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ആ ഒരു ഫൈൻഡിങ്സ് പറയുമ്പോൾ ഐ തിങ്ക്, ഐ സജസ്റ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ വി സജസ്റ്റ് ഇത് ഒഴിവാക്കുക. ഐ തിങ്ക്, ഐ സജസ്റ്റ് ഇത് ഒഴിവാക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ സബ്ജക്റ്റ്. ഇത് ഒഴിവാക്കിയിട്ട് പ്രിഫറബിൾ ടു യൂസ് ഇൻആനിമേറ്റ് സബ്ജക്ട്സ്, ഇൻആനിമേറ്റ് സബ്ജക്ട്സ് ഉപയോഗിക്കാം. ഇൻആനിമേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പേപ്പർ സജസ്റ്റ്, ദ ഫൈൻഡിങ്സ് ഓഫ് ദിസ് റിസർച്ച്, ഇങ്ങനെയൊക്കെ പറയാം. ഐ തിങ്ക്, ഐ സജസ്റ്റ് എന്ന് പറയുന്നതിന് പകരം ദിസ് പേപ്പർ സജസ്റ്റ്. അതുപോലെ തന്നെ ദ ഫൈൻഡിങ്സ് ഓഫ് ദിസ് റിസർച്ച്,
ഈ റിസർച്ചിലെ കണ്ടെത്തലുകൾ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ഹ്യൂമൻ സബ്ജക്റ്റ് ഒഴിവാക്കുക. എന്താ പറഞ്ഞത്? ഹ്യൂമൻ സബ്ജക്ട്സ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇൻആനിമേറ്റ് ആയിട്ട്, അതായത് മനുഷ്യനല്ലാത്ത ജീവജാലമല്ലാത്ത സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടേക്ക് അവേസ് മീൻസ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻആനിമേറ്റ് സബ്ജക്ട്സ് ഉപയോഗിക്കാം. 9 എണ്ണം കഴിഞ്ഞു. നോക്കൂ അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. മൊത്തം നമ്മൾ 5 ക്വസ്റ്റ്യൻ ആട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തേത് ടിപ്സ് ഫോർ റൈറ്റിംഗ് ആൻ അബ്സ്ട്രാക്റ്റ്. ഒരു അബ്സ്ട്രാക്റ്റ് എഴുതാനുള്ള ടിപ്സ് എന്തെല്ലാം? ഒരു നല്ല അബ്സ്ട്രാക്റ്റ്, ഗുഡ് അബ്സ്ട്രാക്റ്റ്, ഒരു നല്ല അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 4 കാര്യങ്ങൾ കേട്ടോ. 1, ഫസ്റ്റ് പോയിന്റ്, ആദ്യം ചെയ്യേണ്ട കാര്യം റീഡ് അബ്സ്ട്രാക്ട്സ് റിട്ടൺ ബൈ അതർ റിസർച്ചേഴ്സ് ഓർ ദാറ്റ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മറ്റു റിസർച്ചേഴ്സ് എഴുതിയ അല്ലെങ്കിൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള അബ്സ്ട്രാക്റ്റുകൾ വായിക്കാം. ഇത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും അബ്സ്ട്രാക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് അത് എഴുതേണ്ടത്, അതിൻ്റെ സ്റ്റൈൽ എന്താണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് എഴുതിയ റിസർച്ചേഴ്സ് മുൻപ് എഴുതിയ അല്ലെങ്കിൽ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള അബ്സ്ട്രാക്റ്റുകൾ ഒന്ന് വായിക്കാം. അതൊന്ന്. 2ാമത്തേത് മേക്ക് യുവർ അബ്സ്ട്രാക്റ്റ് കൺസൈസ്. 2ാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ അബ്സ്ട്രാക്റ്റ് കൺസൈസ് ആക്കുക, ചുരുക്കുക. ആൻഡ് ക്ലിയർ എന്ന വ്യക്തത വേണം. അതായത് നിങ്ങൾ അബ്സ്ട്രാക്റ്റ് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയ്ക്ക് ചെറുതാക്കുക. എന്നാൽ അതിന് വ്യക്തത വേണം. കാരണം വളരെ ചെറുതാക്കിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ചെറുതാക്കരുത്. വളരെ ഷോർട്ടായിരിക്കണം, ഒപ്പം ക്ലിയർ, കാര്യങ്ങൾക്ക് വ്യക്തത വേണം. കാരണം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്ര അതിന് എന്തു വേണം? വ്യക്തത വേണം. 3ാമത്തെ പോയിന്റ് ചെക്ക് ദി ഗൈഡ് ലൈൻസ് ആൻഡ് ഫോളോ ദ ഫോർമാറ്റിംഗ് സ്റ്റൈല്. 3ാമത്തെ കാര്യം പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫോർമാറ്റിംഗ് സ്റ്റൈല് എന്ത് ചെയ്യുക? അതും ഫോളോ ചെയ്യാം. അതായത് ഇതൊരു അക്കാദമിക് വർക്കാണ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു അക്കാദമിക് വർക്കാവുമ്പോൾ, ഒരു അക്കാദമിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ അക്കാദമിക്കിൻ്റെ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? അക്കാദമിക് വർക്ക്. അത്തരം അക്കാദമിക് വർക്കുകളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 സ്റ്റൈലുകൾ, ഒന്ന് APA സ്റ്റൈലും മറ്റൊന്ന് MLA സ്റ്റൈലും. ഇത് 2 റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്. അക്കാദമിക് വർക്കിൽ ഫോളോ ചെയ്യേണ്ട റൈറ്റിംഗ് സ്റ്റൈലുകളാണിത്. അപ്പൊ ഈ സ്റ്റൈലുകൾ ഫോളോ ചെയ്യുക. അതും എങ്ങനെ? ആസ് നമ്മളെ ഇഷ്ടത്തിനല്ല, ആസ് റെക്കമെൻഡഡ് ബൈ ദി സബ്മിറ്റിംഗ് അതോറിറ്റി. നമ്മൾ ഈ അബ്സ്ട്രാക്റ്റ് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ആ സബ്മിറ്റിംഗ് അതോറിറ്റി നമ്മളോട് ആവശ്യപ്പെടുന്ന സ്റ്റൈൽ APA ആണെങ്കിൽ അത് APA സ്റ്റൈലിൽ എഴുതണം. MLA സ്റ്റൈൽ ആണെങ്കിൽ MLA സ്റ്റൈലിൽ എഴുതണം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പുസ്തകം എഴുതാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഒന്നുകിൽ അതിന്റെ സ്റ്റൈൽ APA സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ MLA സ്റ്റൈൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ പബ്ലിഷേഴ്സ് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇത് എഴുതുന്നത് അതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. ആ സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി 4ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ആസ് ആൻ അബ്സ്ട്രാക്റ്റ് ഈസ് യുവർ ബ്രെയിൻ ചൈൽഡ്. ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ചൈൽഡ് ആണ്. ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, തലച്ചോറ് അല്ലെ, ബ്രെയിൻ ചൈൽഡ്, തലച്ചോറ്, കുട്ടി. ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടുപിടുത്തം. അതായത് ഈ അബ്സ്ട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാ, കോപ്പി അടിച്ചതല്ല. അപ്പൊ ഈ അബ്സ്ട്രാക്റ്റ് നമ്മളുടെ ബ്രെയിൻ ചൈൽഡ് ആയതുകൊണ്ട്, നമ്മൾ കണ്ടെത്തിയതായതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം? മസ്റ്റ് അവോയ്ഡ് സൈറ്റിംഗ് സോഴ്സസ്. നമ്മൾ ഇതിൽ സോഴ്സ് കൊടുക്കരുത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ അസൈൻമെന്റുകളും
പ്രോജക്റ്റുകളും സെമിനാറുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ റെഫറൻസ് എഴുതി വെക്കും. ഒരിക്കലും നമ്മൾ അബ്സ്ട്രാക്റ്റിൽ നമ്മളെ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതരുത്. കാരണം ഇത് നമ്മളുടെ ക്രിയേഷനാണ്. കാരണം ഇത് നമ്മൾ കണ്ടെത്തിയ നമ്മളുടെ ഇൻവെൻഷനാണ്. അതാണ് ബ്രെയിൻ ചൈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അബ്സ്ട്രാക്റ്റ് ആൻഡ് സമ്മറി. സമ്മറിയും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താം. സമ്മറിയും അബ്സ്ട്രാക്റ്റും. അപ്പൊ നോക്കൂ, ആദ്യം അബ്സ്ട്രാക്റ്റ് പിന്നെ സമ്മറി, 2 കോളമായിട്ടാട്ടോ. അപ്പൊ നോക്കൂ, ആദ്യം എന്താണ് അബ്സ്ട്രാക്റ്റിന്റെ ഒന്നാമത്തേത് എന്താണ്? ഡസ് നോട്ട് ജനറലി എക്സീഡ് 300 വേർഡ്സ്. 300 വേർഡിൽ കൂടാൻ പാടില്ല. 1. 2. മോർ റിലേറ്റബിൾ ടു പീപ്പിൾ ഫ്രം ദ സെയിം ഡൊമൈൻ ഓഫ് നോളേജ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത വിഭാഗം ആളുകൾ, അത് എങ്ങനത്തെ ആളുകൾ? സെയിം ഡൊമൈൻ ഓഫ് നോളേജ്, അറിവിന്റെ കാര്യത്തിൽ ഒരു നിശ്ചിത വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് അവർക്ക് മാത്രം വായിക്കാനുള്ളതാണ്. ഏത്? അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിശ്ചിത വിഭാഗം നോളേജിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത വിഭാഗം വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ, എല്ലാവർക്കും വായിക്കാനുള്ളതല്ല. എന്താണ്? റിലേറ്റബിൾ, ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടു പീപ്പിൾ ഫ്രം സെയിം ഡൊമൈൻ ഓഫ് നോളേജ്, അതായത് നോളേജിന്റെ കാര്യത്തിൽ ഒരേ വിഭാഗം. ഇപ്പൊ ഏതുപോലെ? എൻ്റെ ക്ലാസ് പോലെ. എൻ്റെ ക്ലാസ് ജനറൽ ആയിട്ടുള്ളതല്ല, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. കാരണം ഇത് ആർക്കുള്ളതാ? അതായത് സെയിം ഡൊമൈൻ ഓഫ് നോളേജ്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്ന ആളുകൾക്ക്, ആ ഒരു വിഭാഗം. അതേപോലെയാണ് അബ്സ്ട്രാക്റ്റും. മൂന്നാമത്തേത് പ്രസൻസ് ഓൺലി ദ ക്രക്സ് ഓഫ് ദ ടെക്സ്റ്റ്. അതായത് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിന്റെ ക്രക്സ് മാത്രം, അതിന്റെ കാതൽ, അതിന്റെ അന്തസത്ത, അതിന്റെ ആ ഒരു തീം, അതിന്റെ കീ പോയിന്റ്സ്, മെയിൻ ആശയം, അത് മാത്രമേ പ്രസന്റ് ചെയ്യൂ. 4. cannot help in taking ഡിസിഷൻസ്. അതായത് അബ്സ്ട്രാക്റ്റ് ഒരു തീരുമാനമെടുക്കുന്നതിൽ അബ്സ്ട്രാക്റ്റ് സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കാൻ അബ്സ്ട്രാക്റ്റിന് കഴിയില്ല. കനോട്ട് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. 5. ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇലസ്ട്രേഷൻസ്. ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇലസ്ട്രേഷൻസ് ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവില്ല. ജസ്റ്റ് കാര്യം മാത്രമേ ഉള്ളൂ. ഈ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പരിപാടി, അതിന് ചിത്രമായിട്ടോ ഏതൊരു തരത്തിലുള്ള ഇലസ്ട്രേഷൻസ്, വിശദീകരണങ്ങൾ ഉണ്ടാവില്ല. ഇനി സമ്മറിയുടെ പ്രത്യേകത. 1. ലെങ്തിയർ ദാൻ അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ഒരു സമ്മറിക്ക് ഇത്ര വലിപ്പം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു പുസ്തകത്തിന്റെ സമ്മറി എന്ന് പറയുമ്പോൾ അത് ഏത് ബുക്കിന്റെ സമ്മറിയാണോ ആ ബുക്കിന്റെ വലിപ്പം അനുസരിച്ച് സമ്മറിക്കും മാറ്റവ്യത്യാസം ഉണ്ടാവും. വലിയൊരു ബുക്കാണെങ്കിൽ അതിന്റെ സമ്മറി വലിപ്പം ഉണ്ടാവും, ചെറിയ ബുക്കാണെങ്കിലോ സമ്മറി ചെറുതാവും. ഇനി രണ്ടാമത്തെ പോയിന്റ്, മെന്റ് ഫോർ ഇൻട്രസ്റ്റഡ് ജനറൽ റീഡേഴ്സ്. അതായത് ഇത് താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മെന്റ് ഫോർ ആരുദ്ദേശിച്ചിട്ടാണ്? ഇൻട്രസ്റ്റഡ് ജനറൽ റീഡേഴ്സ്, താല്പര്യമുള്ള പൊതുവായിട്ടുള്ള ആളുകൾ. അതായത് സമ്മറി എന്ന് പറയുമ്പോൾ അത് താല്പര്യമുള്ള ആർക്കും വായിക്കാം, അല്ലാതെ ഒരു നിശ്ചിത നോളേജിൽപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചല്ല. മൂന്നാമത്തേത്, പ്രസൻസ് ദ എൻറ്റയർ ടെക്സ്റ്റ് ഇൻ എ നട്ട്ഷെൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റിന്റെ ക്രക്സ്, അതിന്റെ അന്തസത്ത, അതിന്റെ കീ പോയിന്റ്സ് മാത്രമേ കാണൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടെക്സ്റ്റിന്റെ മൊത്തം ചുരുക്കമാണ്. നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ചുരുക്കം. ഇവിടെ മൊത്തം ഉണ്ടാവും, പക്ഷെ അതാണ് ചുരുക്കും. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമല്ല, സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻറ്റയർ ടെക്സ്റ്റ് ഇൻ എ നട്ട്ഷെൽ,
മൊത്തം ടെക്സ്റ്റിനെ ചുരുക്കി പറയാണ്. ഇനി അടുത്തത് ക്യാൻ ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ക്വിക്ക് ഡിസിഷൻസ് ഇഫ് റിക്വയർഡ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അബ്സ്ട്രാക്റ്റിന് ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ സമ്മറിയുടെ കാര്യം അങ്ങനെയല്ല. ഇഫ് റിക്വയർഡ്, ആവശ്യമാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സമ്മറിക്ക് സഹായിക്കാൻ കഴിയും, സമ്മറിക്ക് കഴിയും, ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇനി അടുത്തത് മേ ഇൻക്ലൂഡ് ഇലസ്ട്രേഷൻസ്. ഒരു സമ്മറി എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ പോയിന്റ്സ് മാത്രമല്ല കാണാം. സമ്മറി എന്ന് പറയുമ്പോൾ അതിൽ ഇലസ്ട്രേഷൻസ്, വിശദീകരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി എന്ത് ചെയ്ത് 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സ്ട്രാക്റ്റിന്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. എക്സാമിന് ചോദിച്ച് കണ്ടില്ല, എന്നാലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബാക്കി ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് അബ്സ്ട്രാക്റ്റും സമ്മറിയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റിന്റെ സ്റ്റെപ്സ്, ഫീച്ചേഴ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.